വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയ കടല കൊണ്ടൊരു ബിരിയാണിയാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. കുക്കറിൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊരു 7 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു റെസിപ്പി കൂടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടന്നാലോ. ഇതിനായിട്ട് വേണ്ടത് ഒരു ബൗള് ചെറിയ കടലയാണ്. നമ്മൾ പുട്ടിനൊക്കെ എടുക്കുന്ന കടല തന്നെയാണ്. ഇത് ഞാനൊരു 7-8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം കുക്കറിൽ ഒരു വിസിൽ വരുത്തിയിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിൽ വരുത്തിയിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഒരുപാട് സ്മാഷാക്കി വേവിക്കരുത്, ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിൽ വേറെ ഉപ്പൊന്നും ചേർക്കാതെ തന്നെയാണ് വേവിച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ബൗളിൽ തന്നെ നമുക്ക് അരിയും അതുപോലെ വെള്ളവും മെഷർ ചെയ്തിട്ട് എടുക്കാം. നമുക്കിനി ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് ഒരു കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാനുണ്ട്. റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ബേ ലീവ്സ് ചേർത്ത് കൊടുക്കാനുണ്ട്. ബേ ലീവ്സും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് സാജീരകം അതും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഈ സാജീരകം ചേർക്കുമ്പോഴാണ് ബിരിയാണിക്ക് നല്ലൊരു മണവും ഒരു ഫ്ലേവറും വരുന്നത്. ഈ ജീരകം ചേർക്കുമ്പോഴാണ്. അതുകൂടെ ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് മുരിഞ്ഞ് വരുമല്ലോ. ആ സമയത്ത് നമുക്കിതിലേക്ക് പട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. അതേപോലെ ഏലക്കായ് അതും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. അതിൻ്റെ ഒരു മണമൊക്കെ വരുമല്ലോ. ആ സമയത്ത് നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. പിന്നീട് നമുക്ക് ഇതിലേക്ക് ലേശം മല്ലി ചേർത്ത് കൊടുക്കാനുണ്ട്. മല്ലിയും കൂടെ ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മല്ലിയുടെയും ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തല്ലോ. അതിനുശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ പൊടികളുടെ ഒരു മണമൊക്കെ മാറുന്നത് വരെ മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നീട് നമുക്കിതിലേക്ക് ഗരം മസാല പൗഡർ അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ നമ്മൾ അരി ചേർത്ത് കൊടുക്കുക. ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ബിരിയാണി അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ കടല മെഷർ ചെയ്ത അതേ ബൗളിൽ തന്നെയാണ് അരി മെഷർ ചെയ്തത്. അരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് അതൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചു. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് മാറ്റി എടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരിയെല്ലാം നന്നായിട്ട് ആ മസാലയിലേക്ക് മിക്സ് ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല ഒരു ബൗള് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം 1 കപ്പ് ബിരിയാണി അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ്. അപ്പോൾ നമ്മൾ 2 കപ്പ് ബിരിയാണി അരിയാണല്ലോ എടുത്തത്. അപ്പോൾ നമുക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഒരു മുറി നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരിയൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഈ നാരങ്ങയുടെ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കണം ഈ സമയത്ത്. പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് പുതിനയിലയും അതുപോലെ തന്നെ മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പ്രഷർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. നന്നായിട്ട് പ്രഷർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി വെയിറ്റ് ഇട്ടതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കൊരു 7 മിനിറ്റ് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാം. 7 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കി. നമുക്കിതിനൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.
പെട്ടെന്ന് തന്നെ നമുക്കൊരു 7 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബിരിയാണി റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ബിരിയാണി ചെയ്യാത്തവർക്ക് പോലും ഇത് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് പുതിയ നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.